IT പരീക്ഷ അടുത്ത ദിവസമാണ്. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. കാരണം അവർക്കും കൂടി യൂസ്ഫുള്ളായ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യം പറയാം. ഒന്ന്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ IT ആയിക്കോട്ടെ മറ്റ് സബ്ജക്റ്റിലായിക്കോട്ടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ITയുടെ ഒക്കെ പല വീഡിയോകൾ ഞങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത്, ഓപ്പൺ ഔട്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ ന്യൂസുകളും ടിപ്സൊക്കെ വളരെ പെട്ടെന്ന് ആ ചാനൽ വരും. ആ പേജ് ഫോളോ ചെയ്യുക. ഓപ്പൺ ഔട്ട് എഡ്യൂക്കേഷൻ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റ് കൊണ്ട് പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം. IT പരീക്ഷ കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികൾ A+ വാങ്ങുന്നൊരു സബ്ജക്റ്റാണ് അല്ലേ? കഴിഞ്ഞ വർഷം 2 ലക്ഷത്തിലധികം കുട്ടികൾ A+ വാങ്ങിയിട്ടുണ്ട്. അതേസമയം 2 ലക്ഷം കുട്ടികൾക്ക് A+ പോയിട്ടുമുണ്ട്. ആകെ 4 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുക. അതിൽ 2 ലക്ഷം കുട്ടിക്ക് A+ കിട്ടിയെങ്കിൽ ബാക്കി 2 ലക്ഷത്തിന് A+ കിട്ടിയിട്ടില്ല എന്നും കൂടി അർത്ഥം. എങ്ങനെയാണ് IT-യിൽ A+ നഷ്ടപ്പെടുന്നത്, എന്ത് സംഭവിച്ചാലൊക്കെയാണ് IT-യിൽ A+ നഷ്ടപ്പെടുക എന്ന് ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മൊത്തം 50 മാർക്കിനാണ് IT പരീക്ഷ. അതിൽ 10 മാർക്ക് തിയറി ചോദ്യങ്ങൾക്കാണ് 10 മാർക്ക് കിട്ടുക. 28 മാർക്ക് പ്രാക്ടിക്കലിനാണ്. 10 + 28 മാർക്ക് പ്രാക്ടിക്കലിന്. അങ്ങനെ 10 + 28 38 മാർക്ക് തിയറിക്കും പ്രാക്ടിക്കലിനുമായിട്ട്. 2 മാർക്ക് നിങ്ങൾ റെക്കോർഡ് ബുക്ക് വർക്ക് ബുക്ക് ചെയ്തിട്ടില്ലേ, അത് വെക്കുമ്പോൾ ആ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം ടോട്ടൽ 40, 38 + 2 40, പിന്നെ ഒരു 10 മാർക്ക് CE മാർക്കും. അങ്ങനെ ടോട്ടൽ 50. 50-ൽ 45 മാർക്ക് വേണം നിങ്ങൾക്ക് A+ എത്താൻ. അതിൽ CE മാർക്ക് 10 നിങ്ങൾ കിട്ടും എന്ന് കരുതുക. റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ 2 കിട്ടും. അപ്പോൾ 10 + 2 12 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി A+ലേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് 45 മാർക്കാണ്. 45 മാർക്കാണ് ടോട്ടൽ A+ലേക്ക് എത്താൻ വേണ്ടത്. അപ്പോൾ 12 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി 33 മാർക്കും കൂടി കിട്ടിയാലാണ് നിങ്ങൾക്ക് A+ എത്തുക. ഈ 33 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് തിയറിയുടെ 10-ൽ നിന്നും അതേപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ 28-ൽ നിന്നും. അങ്ങനെ 28 + 10 ഈ 38 മാർക്കിൽ നിന്ന് വേണം ഈ 33 മാർക്ക് കൂടി നിങ്ങൾ സ്കോർ ചെയ്യാൻ. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. തിയറിയുടെ 10 ചോദ്യവും 15 ചോദ്യത്തിനുള്ള 10 മാർക്കും പ്രാക്ടിക്കൽ 28 മാർക്കും. അങ്ങനെ 38-ൽ 33 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുന്ന മാർക്ക് 5ആണ്. ആ 38 വെറും 5 മാർക്കേ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടുള്ളൂ. അതിലധികം നഷ്ടപ്പെട്ട A+ പോയി, അത് ഓർക്കണം. അപ്പോൾ തിയറിയിൽ 10-ൽ കിട്ടാവുന്ന മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. എങ്ങാനും തിയറിയിലെ 10 മാർക്കിൽ ഒരു 3-4 തെറ്റിയാൽ ഞാൻ പറയണ്ടല്ലോ, A+ പോവില്ലേ. ഇനി തിയറി മൊത്തം ശരിയായി, പ്രാക്ടിക്കലിൻ്റെ ആ 28, 7 മാർക്കിൻ്റെ 4 ചോദ്യമല്ലേ, ഓരോന്നും ഓരോ മാർക്ക് പോയാൽ പോരെ. 4 മാർക്കോ 5 മാർക്കോ പോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കലിൽ 5 മാർക്ക് മിസ്സായി കഴിഞ്ഞാലും A+ പോയില്ലേ. സോ തിയറിയിലും മാക്സിമം മാർക്ക് വേണം, പ്രാക്ടിക്കലിലും മാക്സിമം മാർക്ക് വേണം. എനിക്ക് പ്രാക്ടിക്കൽ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്ന് കരുതിയിട്ട് ആരും എക്സാം ഹാളിലേക്ക് കയറണ്ട. പ്രാക്ടിക്കൽ നന്നായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കാം. തിയറിയിൽ 4 മാർക്ക് പോയാൽ മതി. അല്ലെങ്കിൽ തിയറി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് ആരും കയറണ്ട. കാരണം പ്രാക്ടിക്കലിന് 4 മാർക്ക് പോയാലും 5 മാർക്ക് പോയാലും നിങ്ങളുടെ A+ പോകും. സോ അടുത്ത 2-3 ദിവസങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ തിയറിയും പ്രാക്ടിക്കലും നന്നായിട്ട് പഠിച്ചോ. ഇനി തിയറിയുടെയും പ്രാക്ടിക്കലൊക്കെ മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളെല്ലാം ട്രെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് വന്ന എല്ലാ ചോദ്യങ്ങളും പ്രാക്ടിക്കൽ വന്ന എല്ലാ ചോദ്യങ്ങളും ഒക്കെ ഒരു PDF ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഈ പ്രാക്ടിക്കലിലെയും തിയറിയിലെയും മോഡൽ പരീക്ഷയിൽ വന്ന എല്ലാ ചോദ്യങ്ങളെക്കുറിച്ചിട്ടും ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ആ ചോദ്യങ്ങൾ മൊത്തം കിട്ടാനുള്ളൊരു വഴി നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇനി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടോട്ടൽ 50 മാർക്കിൽ 45 കിട്ടണം. ആ 45-ൽ 12 നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. ബാക്കി 33 തിയറി + പ്രാക്ടിക്കൽ അതിൽ നിന്ന് വേണം. ഇനി തിയറിയെക്കുറിച്ച് പറയുമ്പോൾ തിയറിയിൽ 15 ചോദ്യങ്ങളുണ്ട്. 10 1 വേർഡും 5 വെരി ഷോർട്ട് ആൻസറും. ആദ്യത്തെ 10 അര മാർക്ക് വീതമാണ്, അടുത്ത 5 1 മാർക്ക് വീതവും. സോ ഇത് അത്ര സിമ്പിളായിട്ട് കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത്. ശ്രമിച്ചു നോക്കുക, നന്നായിട്ട് ശ്രമിക്കുക, സ്കോർ ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.